നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വൈജയ്ക്ക് നല്ല ഇടിവെട്ട് പണി തന്നെ നാളെ കിട്ടുന്നുണ്ട്. വൈജ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് പണികളൊക്കെ വൈജയ്ക്ക് കിട്ടുവാണ്. വൈജയുടെ അഹങ്കാരത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണത്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, ഒടുവില് മാമച്ചന്റെ ഗ്രേസമ്മയുടെ കാല് പിടിക്കാൻ ടോണി വരുന്നുണ്ട്. ടോണിക്ക് തോന്നി താൻ ചെയ്ത ശരിയായിട്ടുള്ള കാര്യമല്ല. തലേ രാത്രി വന്നിട്ട് മദ്യപിച്ച് ലക്ക് കേട്ട് വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് പോയി. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിലും മാമച്ചന്റെയും ഗ്രേസമ്മയുടെയും കുഴപ്പം കൊണ്ടല്ലോ ടോണിക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചേ. ഷെറിനുമായിട്ടുള്ള വിവാഹം അതവർ അറിഞ്ഞതുപോലും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ജിജോയുടെ കുഞ്ഞ് ഷെറിന്റെ വയറ്റിലുണ്ടായിരുന്നത് പോലും ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തേലും നേരത്തെ അറിയുമായിരുന്നെങ്കിൽ അവർ ഉറപ്പായിട്ടും ആ കുഞ്ഞിനെ ഏറ്റെടുത്തേനും. ടോണി സോറിയൊക്കെ പറയുന്നുണ്ട് മാമച്ചനോടൊക്കെ. മാമച്ചൻ പറഞ്ഞു, എൻ്റെ മര്യാദയ്ക്കപ്പം ഞാൻ പോലീസിനെ വിളിച്ചില്ല. വിളിക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ നിന്നെ തൂക്കിയെടുത്തോണ്ട് പോയനം. ടോണി പറഞ്ഞു, എനിക്കറിയാം അങ്കിളെ, അത് അങ്കിളിൻ്റെ സംസ്കാരം കൊണ്ടാണ്. പക്ഷെ ഞാനാണ് മോശമായിട്ട് പെരുമാറിയത്. ഇനി എൻ്റെ ഭാഗത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഗ്രേസം പറഞ്ഞു, നീ എന്തൊക്കെ ഇവിടെ ഒന്ന് വിളിച്ചു പറഞ്ഞെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ ജിജോയുടെ കുഞ്ഞിനെ കുറിച്ച് വരെ പറഞ്ഞു. എവിടെയുണ്ട് ആ കുഞ്ഞെന്നുള്ള കാര്യം നിനക്കറിയാമെന്ന് വരെ പറഞ്ഞു. സത്യമായിട്ടും നിനക്ക് ആ കുഞ്ഞിനെ കുറിച്ച് അറിയാവോ? ഞങ്ങളുടെ കുഞ്ഞ് എവിടെയുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന ചോദിച്ചു. ഒരു നിമിഷം ജിജോ ഒന്ന് പതറി. പിന്നീട് പറഞ്ഞു, അത് പിന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഏതോ ഒരു ഓർഫനേജിൽ ആ കുഞ്ഞ് വളരുന്നുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കേട്ടപ്പം ഗ്രേസമ്മ മാമച്ചനെ നോക്കി. മാമച്ചനോട് പറഞ്ഞു, മാമച്ചായ ഏത് ഓർഫനേജിലാ, എങ്ങനെ എന്താന്ന് നമുക്ക് എങ്ങനെ അറിയാനായിട്ട് പറ്റും? അത് കേട്ടപ്പോൾ ടോണി പറഞ്ഞു, അല്ല, നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞാൻ ഒരുക്കുക. ആ കുഞ്ഞിനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു തരാം. അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. രസം വെച്ച് ഉറപ്പാണല്ലോ നീ പറയണേ? ഉറപ്പായിട്ടും അതെ. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യാം, വാക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ ടോണി കൈ കൊടുക്കുകയാണ്. മാമച്ചൻ ടോണിയും പരസ്പരം കൈ കൊടുത്തു. ടോണി പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് സഹായം ഞാൻ ചെയ്തു തരും. നിങ്ങളുടെ മോൻ്റെ കുഞ്ഞിനെ വീണ്ടെടുക്കാനായിട്ട് എന്നെ കൊണ്ടൊന്നും പറ്റുന്ന സഹായം ഞാൻ ചെയ്തു തരും. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ വേദനയും വിഷമം എന്താന്ന്. ഗ്രേസം പറഞ്ഞു, ഇത്രയും വർഷക്കാലം ഞങ്ങളുടെ മോൻ പോയിട്ട് ഞങ്ങൾ അനുഭവിച്ച വേദന എന്താണെന്നറിയോ? ഞങ്ങളുടെ മോൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു. മോൻ മരിച്ചുപോയി, മോൻ്റെ കുഞ്ഞിനെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി വന്നേ. നിനക്ക് അതിനെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ. പക്ഷേ അവിടെ ഞങ്ങൾക്ക് നിരാശയായിരുന്നു ഫലം. പിന്നെ ഇന്നലെ നീ അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കർത്താവായിട്ടാണ് നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ടോണി പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞാൻ നോക്കട്ടെ, ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ടോണി ഉറപ്പ് കൊടുത്തിട്ടാണ് ടോണി പോകുന്നത്. ടോണി പോയി കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടി പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അങ്കിളെ, ടോണിച്ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന്. അപ്പോഴത്തെ ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് വന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയതാ. ശരിക്കും ടോണിച്ചേട്ടൻ്റെ ജീവിതം തകർന്നത് ഷെറിൻ ചേച്ചിയുടെ വയറ്റിലെ കുഞ്ഞുള്ളതുകൊണ്ട് മാത്രമല്ലേ? ഷെറിൻ ചേച്ചി നേരത്തെ ഒന്ന് പ്രസവിച്ചുകൊണ്ടല്ലേ? അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം അങ്ങനെയൊക്കെ സംഭവിച്ചത്. അത് കേട്ടപ്പം ഗ്രേസമോർ, ശരിയാ, അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചേ. ഇങ്ങനെയൊക്കെ ആവുമെന്ന് അവനും വിചാരിച്ച് കാണത്തില്ല. പിന്നെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവനും ഭയങ്കര ബുദ്ധിമുട്ടായി കാണുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഭാബിത രോഹിത്തിൻ്റെ അടുത്തേക്ക് വന്നു. രോഹിത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, രോഹിത്തേട്ടാ, കോളേജിലേക്ക് പോകണ്ടേ? പോകണം. അല്ല, എന്തിനായിരിക്കും? ഇനിയിപ്പം കോളേജിലേക്ക് തിരിച്ചു വിളിക്കാനാണോ, അതോ ഇനിയിപ്പം പിരിച്ചു വിട്ടെന്നുള്ള അറിയിപ്പ് വന്നിട്ട് ടീസ് എന്ന് വിടാനായിരിക്കുമോ? അതൊന്നും അറിയത്തില്ല, എന്താ ഏതാണെന്ന് അറിയില്ല. പിന്നെ അലീന ചേച്ചി ഉള്ളത് ഒരു ധൈര്യം, അലീന ചേച്ചിയും കൂടെ കൂടത്തിൽ വിളിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കേട്ടപ്പോൾ ഭവിത പറഞ്ഞു, ശരിയാ, അലീന ചേച്ചിയുടെ ഒരു പ്രത്യേക ധൈര്യം തന്നെയാണ്. ഞാൻ കോളേജിലേക്ക് പോണ സമയത്ത് മനുവേട്ടനും അലീന ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിറയലുണ്ടായിരുന്നു. പക്ഷെ അലീന ചേച്ചി എല്ലാവരുടെ മുന്നിൽ, എന്നെ കളിയാക്കിയ ചെക്കന്മാരുടെയൊക്കെ മുന്നിൽ അലീന ചേച്ചി 4 വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവന്മാരുടെ വായിക്കകത്ത് നാക്കില്ലായിരുന്നു. അത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞു, അത് ശരിയാ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം അലീന ചേച്ചിയുടെ കൂടെ പോകാൻ പ്രത്യേക ഒരു ധൈര്യമാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് അലീന റെഡിയായി. അലീന ഭാബിത മേടിച്ചു കൊടുത്ത് പുതിയ ചുരിദാറൊക്കെ ഇട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഭാബിത നോക്കി, എന്നിട്ട് പറഞ്ഞു, നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്, അലീന ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞു. കൃഷ്ണമോള് വന്നിട്ട് പറഞ്ഞു, ആഹാ, ഇത് കൊള്ളാലോ, അപ്പൊ പുതിയ ചുരിദാറൊക്കെ ഇട്ടേണ്ട എന്ന് പോണല്ലേന്ന് ചോദിച്ചു. അല്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോഴേക്കും ബാലേന്ദ്രനും കൂടെ അങ്ങോട്ട് വന്നു.
ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അച്ഛൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വന്നാൽ ശരിയാകത്തില്ല, നിന്നോട് ചെല്ലാനല്ലേ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ രണ്ടും കൂടെ പോയാൽ മതി. അല്ലെങ്കിലും ആ അച്ഛൻ എന്നെ കാണുമ്പോഴത്തേനും ചിലപ്പോൾ ദേഷ്യം വരും, വെറുതെ എന്തിനാ. ആ സമയം രോഹിത് പറഞ്ഞു, എന്നാൽ ശരി അച്ഛൻ വരണ്ട, ഞാനും അലീന ചേച്ചിയും കൂടെ പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് വൈജയന്തിയുടെ മുറിയിലേക്ക് കൃഷ്ണമോള് ചെന്നു. കൃഷ്ണമോള് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ചോദിച്ചു, എന്തിയെ രോഹിത് കോളേജിലേക്ക് പോയോ? രോഹിത്താണോ അലീന ചേച്ചിയും കൂടെ പോയി. അല്ല, അവളെ എന്തിനാ വിളിപ്പിച്ചിരിക്കുന്നത്? ചിലപ്പോൾ ചീത്ത പറയാനായിരിക്കും. ആ അച്ഛനെ കഴിഞ്ഞ ദിവസം ചീത്ത പറഞ്ഞിട്ട് പോകുന്നതല്ലേ, അതിന് പകരം വീട്ടാനായിട്ടായിരിക്കും അച്ഛൻ വിളിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. അവന് ടീസിയും കൊടുത്തു വിടാനായിട്ടായിരിക്കും. കൃഷ്ണമോള് പറഞ്ഞു, അമ്മയ്ക്ക് ഈ നെഗറ്റീവ് അല്ലാതെ അമ്മയുടെ വായിക്കകത്തുനിന്ന് വേറെ നല്ല കാര്യങ്ങളൊന്നും വരത്തില്ലേ? എപ്പോൾ നോക്കിയാലും അതെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അതേടി, ഞാൻ നെഗറ്റീവ് മാത്രം പറയണേ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണെന്ന്. ഇന്നത്തോടു കൂടി ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇന്നത്തോടു കൂടി ഒരു തീരുമാനം? അതെ, ഞങ്ങളിൽ രണ്ടുപേരിൽ ഒരാളോ ഇവിടെ കാണത്തുള്ളൂ, അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളൊന്ന് ഞെട്ടി. കൃഷ്ണമോള് വന്ന് ബബിതയോട് കാര്യം പറഞ്ഞു. ബബിത പറഞ്ഞു, അലീന ചേച്ചി എന്താണെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല. അലീന ചേച്ചി പോവാനായിട്ട് അച്ഛൻ സമ്മതിക്കുമോ? അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഞാനും സമ്മതിക്കില്ല. അലീന ചേച്ചി അങ്ങോട്ട് പോകാനാ, അലീന ചേച്ചി ഈ വീട്ടിൽ തന്നെ വേണം. അപ്പം പിന്നെ അമ്മ ഇവിടുന്ന് പോകുന്നൊക്കെ പറയണു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർക്കും ഭയങ്കര വിഷമമായിപ്പോയി. ആ സമയം അലീന രോഹിത്തിനെ കൂട്ടി കോളേജിലേക്ക് പോയി. അവിടെ ചെന്നിറങ്ങുമ്പോൾ രോഹിത്തിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ചേച്ചി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അച്ഛൻ ദേഷ്യപ്പെടുവാണെങ്കിൽ ചേച്ചിക്ക് സങ്കടമൊന്നും തോന്നണ്ട കേട്ടോ, സാരമില്ല, ടി സി തരുവാണെങ്കിൽ ഞാൻ ടി സിയും വാങ്ങിക്കൊണ്ട് പോന്നോളാം. ഇനി വേറെ എവിടെയെങ്കിലും പോയി കോളേജിൽ ചേർന്നോളാം, ചേച്ചി അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, എനിക്ക് സങ്കടമൊന്നുമില്ല, നീ ധൈര്യമായിട്ട് വാ, നീ വിഷമിക്കാതിരുന്നാൽ മതി. എന്താണെങ്കിലും നമ്മൾ ഫേസ് ചെയ്തല്ലേ മതിയാവുള്ളൂ. കോളേജിലേക്ക് തിരിച്ചെടുക്കാനാണെങ്കിലും ഇനിയിപ്പോൾ ടി സി തന്ന് പറഞ്ഞു വിടാനാണെങ്കിലും ശരി, രണ്ടും നമ്മൾ ഫേസ് ചെയ്താൽ മതിയാവുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്ന് ഒടുവിൽ അവരുടെ ഊഴം വന്നു കഴിഞ്ഞപ്പോൾ അവർ പ്രിൻസിപ്പൽ അച്ഛനെ കാണാനായിട്ട് കയറി. പിന്നീട് രോഹിത് ആ കത്ത് കൊടുക്കണം. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, അതെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഡിസിപ്ലിനറി ആക്ഷൻ കമ്മിറ്റിക്കാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വാദിച്ചു. നീ നിരപരാധിയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വാദിച്ചു. അതെന്തുകൊണ്ടാണെന്നറിയോ? നിന്റെ മേലെ എനിക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ട്, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കൊരു ഉറപ്പുള്ളതുകൊണ്ട്. കോടതി വിധി വരുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോഴേക്കും അലീനയെ രോഹിത്തൊന്ന് അന്തം വിട്ട് നോക്കുവാണ്. ആ സമയത്ത് അലീന പറഞ്ഞു, ശരിയാച്ചാ, അതങ്ങനെ വരത്തുള്ളൂ. കാരണം പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി മൊഴി കൊടുത്തു കഴിഞ്ഞു, രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. ആ ഒരു ഉറപ്പുമേല നീ വന്ന് പറഞ്ഞില്ലേ, നിന്റെ പേരോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല, പക്ഷെ നീ എന്താണെന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. നീ പറഞ്ഞിട്ട് പോയ വാക്കുകൾ അതെൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. അങ്ങനെ അലീനയോട് സംസാരിക്കുന്നുണ്ട് അച്ഛന്. എന്താ ഏതാന്നൊക്കെ അലീനയോട് ചോദിച്ചു. അപ്പോഴാണ് അലീന കാര്യങ്ങൾ പറയണേ. താനൊരു ഓർഫനേജിലാണ് ജനിച്ചു വളർന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം പറയാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛന് അത്ഭുതമാണ് തോന്നിയത്. എന്നിട്ട് അവൾ ഇവിടം വരെ എത്തി നിൽക്കുന്നു. അലീനയോട് അച്ഛനൊരു മതിപ്പും കാര്യങ്ങളൊക്കെ തോന്നി. പറയുകയും ചെയ്തു രോഹിത്തിനോട്, അതെ അലീന ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പം നീ കോളേജിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ വന്ന് പറഞ്ഞിട്ട് പോലും ഞാനോ അല്ലെങ്കിൽ ആക്ഷൻ ഡിസിപ്ലിനറി കമ്മിറ്റിയോ ഒന്നും തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് അവരോട് എനിക്ക് സംസാരിക്കണം തോന്നിയത് ഇവള് വന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ഇവളാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. ഇവള് പറഞ്ഞ കുറച്ച് വാചകങ്ങളൊക്കെ രോഹിത്തിന് മനസ്സിലായിരുന്നത്. അത്ര നല്ല ഷാർപ്പായിട്ടായിരുന്നു അലീന വന്ന് അച്ഛനോട് സംസാരിച്ചത്. ആരുടെയും കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു. ഈ സമയത്ത് അലീന പറഞ്ഞു, ഇനി ഇവനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അച്ചോ, ഇവൻ നല്ലവനായിട്ട് ഇവിടെ തന്നെ പഠിച്ചോളും. അങ്ങനെ തന്നെ വേണം. എനിക്ക് ഇവൻ്റെ മേലൊരു വിശ്വാസമുണ്ട്. എൻ്റെ വിശ്വാസം നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത്. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, ഇല്ലച്ചോ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ രോഹിത്ത് പറയുമ്പോഴത്തേനും രോഹിത്തിൻ്റെ തലയെ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. നല്ല മിടുക്കനായിട്ട് പഠിക്കാനൊക്കെ പറഞ്ഞ് അനുഗ്രഹമൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് വേണേൽ ക്ലാസ്സിൽ കയറിക്കോ, അല്ലെങ്കിൽ നാളെ വേണമെങ്കിൽ നാളെ ക്ലാസ്സിൽ കയറിക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, ഞാൻ നാളെ മുതൽ വന്നോളാന്ന് പറഞ്ഞു. എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. അലീനയും രോഹിത്തും അച്ഛനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും അലീനയ്ക്ക് സന്തോഷമായി. അതുപോലെ തന്നെ രോഹിത്തിന് അലീനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി. രോഹിത്ത് പറഞ്ഞു, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ചേച്ചിയോട്. ചേച്ചി കാരണമാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും ഇപ്പം ഈ കോളേജിൽ വീണ്ടും പഠിക്കാനായിട്ട് പറ്റത്തുണ്ടായിരുന്നില്ല.
അലീന ചേച്ചി വന്നുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, എന്നോട് അതിന് നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല, നീ എൻ്റെ അനുജനല്ലേ, നിനക്കൊരാപത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ സംരക്ഷിക്കേണ്ട ആൾ ഞാനല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ബബിതയും കൃഷ്ണമോളും ഒക്കെ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. വീണ്ടും രോഹിത്തിനെ കോളേജിലേക്ക് എടുത്തെന്നറിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. രോഹിത്ത് പറയുകയും ചെയ്തു അലീന കാരണമാണിതെന്ന്. അതുപോലെ തന്നെ ബാലേന്ദ്രൻ പറഞ്ഞു ഞാനും ഓർത്തായിരുന്നു, സാധാരണഗതി നീ പോയൊരു കാര്യം പരാജയപ്പെട്ട് വരാറില്ല, പിന്നെ അച്ഛനൊരു ചൂടനായതുകൊണ്ട് വിചാരിച്ചു ഇനിയിപ്പോൾ കാര്യം നടക്കില്ലാന്ന്. ആ സമയം കൃഷ്ണമോള് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അച്ഛാ, അലീന ചേച്ചി പോയിട്ടുണ്ട്, കാര്യം നടക്കുമെന്ന്. പക്ഷെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് ഒട്ടും സഹിച്ചില്ല. അവള് വീട്ടിലൊരു വേലക്കാരി, വലിയ അഹങ്കാരം കാണിച്ച വൈജയന്തി ഒരു വീട്ടുവേലക്കാരി എന്നിട്ടുണ്ട് എങ്ങനെയാവുമെന്നൊക്കെ. ബാബിതയും കൃഷ്ണമോളും ഒക്കെ ഇതൊക്കെ പോയി ചോദ്യം ചെയ്യുന്നുണ്ട്. അമ്മ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്, ഒരു ജോലിക്കാരിയെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഒരു ജോലിക്കാരി വിചാരിച്ചാലും ചിലതൊക്കെ സാധിക്കുന്ന, അമ്മയെ കൊണ്ട് പോലും സാധിക്കാത്ത കാര്യങ്ങളാ അലീന ചേച്ചി പോയി സാധിച്ചെടുത്തേന്ന് പറഞ്ഞു. പക്ഷെ വൈജയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു തിരിച്ചടി തന്നെയായിരുന്നു. വൈജയന്തി വൈകുന്നേരം അലീനയെ വിളിച്ച് പറയുന്നുണ്ട് മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോയിക്കോണമെന്ന്. പക്ഷെ അലീന കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞിട്ടോ പോകത്തുള്ളെന്ന് പറഞ്ഞു. വൈജയന്തിക്ക് ദേഷ്യമായി. ഓഹോ, ഇവള് പോകത്തില്ലെങ്കിൽ താൻ ഇവിടെ നിൽക്കുന്നില്ല, തനിക്കറിയാം ഇനി വീട് വിട്ട് പോകാനായിട്ട്, നിനക്ക് ഇവിടുന്ന് പോകാൻ മടിയാണ്, ഞാൻ ഇറങ്ങിക്കോളാന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി ഒടുവിൽ കെട്ടി ഇറങ്ങാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. എന്തെന്ന് പറഞ്ഞാലും വൈജയന്തി ഇറങ്ങിപ്പോയിട്ട് വൈജയന്തിക്ക് തന്നെ പറ്റുന്നത്, അല്ലാതെ ഈ പറയുന്ന അലീനയ്ക്കോ രോഹിത്തിന് ആർക്കും ഒന്നും സംഭവിക്കില്ല. അലീനെ അവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് രോഹിതോ ബബിതയോ ആരും സമ്മതിക്കത്തില്ല. കാരണം അവർക്കൊരാപത്ത് വന്നപ്പോൾ ഈ പറയുന്ന വൈജയന്തിയേക്കാളും കൂടുതലായിട്ട് കരുതലോടെ സ്നേഹത്തോടെ നിന്ന് അലീനയായിരുന്നു. അവർക്ക് നന്നായിട്ടറിയാം ഒരമ്മയുടെയും ചേച്ചിയുടെയും എല്ലാ സ്നേഹം കൊടുത്ത് അവരോടൊപ്പം നിൽക്കുന്ന അലീനയാന്ന്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.